ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഏറെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിനകത്ത് മുന്നേ നിൽക്കണം, അതേ രീതിയിൽ വേണം ഉപ്പിടാൻ. അത് നമുക്ക് ഇളക്കി കൊടുത്തിട്ടൊന്ന് രുചിച്ച് നോക്കാം. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതിൽ അരി കഴുകി വെച്ചിരിക്കുന്ന അരി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഗരം മസാല ഇടാം, പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇടണം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്. ഇത്രയുമാണ് നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വേണ്ട. ഇനി അത് നല്ലതായിട്ട് വെന്തിട്ട് നമ്മളിതിൻ്റെ വെള്ളം ഊറ്റി കളയുക ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഊറ്റി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് അതിലേക്ക് ഇടുന്നത്. ഇത് വെന്തിട്ട് നമുക്ക് ഊറ്റിയെടുക്കണം. നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കും. ഇനി നമുക്ക് ആ ചിക്കനെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഇതിനെല്ലാം ഒന്ന് കുത്തി കൊടുക്കണം. ശരിക്കും ഇതിൽ വെള്ളം കാണരുത് കൂട്ടുകാരെ. ഞാനിത് വെള്ളം തുടച്ചിട്ടാണ് ഈ ചിക്കന് ആദ്യം ഞാനത് വാലാൻ വെച്ചു. അത് കഴിഞ്ഞ് അതിന് ശരിക്കും വെള്ളം വന്നിട്ടാണ് നമ്മളിതിനകത്ത് വയ്ക്കുന്നത്. ഇതിനകത്തേക്ക് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ക്യാപ്സിക്കം ഉണ്ട്. അതൊരു പകുതി എടുത്ത് ഒരെണ്ണമാണ് ടോട്ടൽ ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ മസാല നമുക്ക് വേണം. പിന്നെ അതിനകത്ത് ഒരു ഉണക്ക നാരങ്ങ ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ചിക്കൻ മാഗി ക്യൂബ് ഇത് നമ്മളൊന്ന് പൊടിച്ച് ചേർക്കണം. പിന്നെ നമുക്കിതിലേക്ക് 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. പിന്നെ നമുക്ക് 3 പച്ചമുളക് ഇടാം. പിന്നെ കളറിന് വേണ്ടി മാത്രം 1 സ്പൂണ് മുളക് പൊടി ഇടാം. പിന്നെ ഞാൻ 1 സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ 1 അര സ്പൂണ് കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമ്മളൊന്ന് ഞെരടിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് ലേശം ഫുഡ് കളർ ചേർക്കാം. ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷനാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഈ ചിക്കനിലൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് നമ്മൾ ചേർത്തത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് ഇതിനി അടച്ച് വയ്ക്കാം. ഇനി അതൊന്ന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ ഇറച്ചി ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ചൂറ്റി വെച്ചിരിക്കുന്ന ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ ചോറ് നിരത്തിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയില, പിന്നെ നമ്മൾ ആ ഇറച്ചിക്കകത്തുനിന്ന് കുറച്ച് എണ്ണ കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ലേശം ഫുഡ് കളറ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇച്ചിരി പാലിൽ കലക്കിയത്. ഇനി നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇച്ചിരി ഫുഡ് കളറ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾ കലക്കിയത്, നമ്മുടെ മസാലയിൽ നിന്ന് എടുത്ത് വെച്ച എണ്ണ, പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് താത്ത് വെച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പച്ചമുളക് ഇതിനകത്ത് കിടക്കും. ഇനി ഇത് നമുക്ക് ഒരു ഫോയിൽ കൊണ്ട് മൂടിയ ശേഷം അതിൻ്റെ കവർ അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ ആവി കയറ്റാം. അപ്പം ഞാനതിനെ ഫോയിൽ കൊണ്ട് മൂടിയിട്ട് ഇനി നമുക്ക് അത് അടച്ചു വെക്കാം. കൂട്ടുകാരെ, നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് വിളമ്പിയെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതിന് ഞാനൊരു സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട്, ടൊമാറ്റോ സലാഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.